തമിഴ്നാട്ടിൽ നിന്ന് ഗുരുതരമായ ഒരു വാർത്ത പുറത്തു വരികയാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ സ്റ്റാലിൻ പരാജയപ്പെട്ട കൊളുത്തൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണമാണ് പുറത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ DMK തന്നെ പുറത്തുവിടുകയാണ്. കെ സ്റ്റാലിൻ തോറ്റത് അട്ടിമറി നടത്തിയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് DMK നിയമവിഭാഗം സെക്രട്ടറി ഇപ്പോൾ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലുടനീളം വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. EVMകളിൽ ക്രമക്കേടും കൃത്രിമത്വവും നടന്നതായുള്ള ആരോപണം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ GS സമീരൻ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ DMK വളരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഒപ്പം വലിയ വിമർശനം കൂടി ഉയർത്തുകയാണ്. കാരണം കെ സ്റ്റാലിനെ പോലെ ഒരു നേതാവ് തോറ്റത് എന്താണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വലിയ ചർച്ചകൾ നടത്തിയിരുന്നു. DMKക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ DMK ഇപ്പോൾ കെ സ്റ്റാലിന്റെ മണ്ഡലത്തിൽ കെ സ്റ്റാലിൻ തോറ്റത് തിരിമറിയിലൂടെയാണ്, EVM മെഷീനുകളിലൂടെ അട്ടിമറി നടത്തിയാണ് എന്ന വിവരം പുറത്തേക്ക് വിടുന്നു. അത്തരമൊരു ആരോപണം അവർ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊളുത്തൂർ നിയോജക മണ്ഡലത്തിൽ 8795 വോട്ടിനാണ് DMK നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ സ്റ്റാലിൻ പരാജയപ്പെട്ടത്. TVK സ്ഥാനാർത്ഥിയായ VS ബാബു ആണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. എന്നാൽ മണ്ഡലത്തിലെ 14 പോളിംഗ് സ്റ്റേഷനുകളിൽ ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രങ്ങളിൽ സംശയമുണ്ട് എന്ന് കെ സ്റ്റാലിനും DMKയും നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജൂലൈ 29 മുതൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന നടന്നത്. എന്നാൽ ഈ പരിശോധനയിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ് DMK പറയുന്നത്. അങ്ങനെ കണ്ടെത്തിയ ക്രമക്കേടുകൾ ഇപ്പോൾ പരസ്യമായി തന്നെ അവർ ആരോപണമായി ഉന്നയിച്ചിരിക്കുകയാണ്. 8 യന്ത്രങ്ങൾ പരിശോധിച്ചതിൽ 3 എണ്ണത്തിലും ക്രമക്കേടുകൾ കണ്ടു എന്നാണ് DMK നേതാവ് പറയുന്നത്. 157 നമ്പർ പോളിംഗ് സ്റ്റേഷനിലെ EVMകൾ പരിശോധിച്ചപ്പോഴാണ് വലിയ ക്രമക്കേട് കണ്ടത്. ഇതിൽ ചില EVMകളിലെ VVPAT കൺട്രോൾ യൂണിറ്റുകളുടെ അഡ്രസ് ടാഗ് എന്നിവ പൂരിപ്പിച്ചിരുന്നില്ല. അഡ്രസ് ടാഗ് പുതിയതുപോലെ തോന്നി. മാത്രമല്ല വാക്സിൽ കൃത്യമായിരുന്നില്ല തുടങ്ങിയ പരാതിയുമൊക്കെ DMK ഉന്നയിക്കുന്നുണ്ട്. പരിശോധിച്ച യന്ത്രങ്ങളിൽ 30% കൂടുതലിലും ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ DMK പരിശോധന നിർത്തിവെച്ചു എന്നും പരിശോധനയിൽ നിന്ന് പിൻവാങ്ങി എന്നുമാണ് പറയുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ആരോപണമാണ് ഇപ്പോൾ DMK തമിഴ്നാട്ടിൽ പുറത്തുവിട്ടിരിക്കുന്നത്.